കോഴിക്കോട് കാണാതായ 9 വയസ്സുകാരൻ മരിച്ച നിലയിൽ കോഴിക്കോട് മലപ്പുറം അതിർത്തിയായ പുല്ലിക്കടവ് പാലത്തിന് സമീപത്ത് നിന്നാണ് മൃതദേഹം കിട്ടിയത്. ഇന്നലെ വൈകിട്ട് 5 മണി മുതലാണ് മുഹമ്മദ് ഫാദിലിനെ കാണാതായത്. സൂര്യ തുടരുന്നുണ്ട്. സൂര്യ, ഇന്നലെ ഈ കുഞ്ഞിനെ കാണാതായ വാർത്ത വന്നപ്പോൾ പ്രാർത്ഥനയിലായിരുന്നു. കുഞ്ഞ് തിരിച്ചു വരും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസമുണ്ടായിരുന്നു ഏവരിലും. പക്ഷേ എല്ലാവരെയും കണ്ണീരിലാഴ്ത്തി ഇതാ ഒരു വാർത്ത പുറത്തു വരികയാണ്. പറയൂ വിവരങ്ങൾ. സൂര്യ ചേരുന്നുണ്ട് നമുക്കിപ്പം. സൂര്യ, ഇന്നലെ ഈ കുഞ്ഞിനെ കാണാതായ സമയം മുതൽ, അതായത് വൈകിട്ട് ഈ വാർത്ത പുറത്തു വന്നത് മുതൽ തന്നെ ഏവരും ഒരു കാത്തിരിപ്പിലായിരുന്നു. കുഞ്ഞ് ഫാദിൽ തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ഏവരിലും. പക്ഷേ എല്ലാവരെയും കണ്ണീരിലായിട്ട് ആ ദുഃഖ വാർത്ത പുറത്തു വരുന്നു. പറയൂ വിവരങ്ങൾ. ദാരുണമായൊരു വാർത്ത തന്നെയാണ്. ഇന്നലെ വൈകിട്ട് 5 മണി മുതലാണ് ഫാദിലിനെ കാണാതായത്. അതായത് വീട്ടിൽ നിന്ന് സൈക്കിളും എടുത്ത് കളിക്കാനാണെന്ന് പറഞ്ഞാണ് ഈ കുട്ടി പുറത്തേക്ക് ഇറങ്ങിയത്. കോഴിക്കോട് മലപ്പുറം അതിർത്തിയായ പുല്ലിക്കടവ് പാലത്തിന് സമീപത്ത് നിന്നാണ് കുട്ടിയുടെ മൃതദേഹം ഇന്ന് ലഭിച്ചത്. അതായത് ഇന്നലെ മുതൽ തന്നെ വീട്ടുകാർ മിസ്സിംഗ് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിരുന്നു. തുടർന്ന് ഇന്ന് ഫയർഫോഴ്സ് എത്തി തൊട്ടടുത്തുള്ള ജലാശയങ്ങളിലെല്ലാം തന്നെ കുട്ടിക്കായുള്ള തിരച്ചിൽ നടത്തിയിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ പുല്ലിക്കടവ് പാലത്തിന് സമീപത്ത് നിന്നും കുട്ടിയുടെ മൃതദേഹം പൊങ്ങിക്കിടക്കുന്നതായി കണ്ടത്. അങ്ങനെ ഫയർഫോഴ്സ് എത്തി മൃതദേഹം പുറത്തെടുത്തു. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും. ഏറെ ദാരുണമായ സംഭവമാണ്. 11 വയസ്സുള്ള കുട്ടിയാണ്. കുട്ടിയെ കാണാതായി എന്ന് തന്നെയായിരുന്നു വീട്ടുകാർ വിശ്വസിച്ചത്. തുടർന്ന് ഇന്ന് ജലാശയങ്ങളിലെല്ലാം തന്നെ തിരച്ചിൽ നടത്തുന്ന ഒടുവിലാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. സേതുലക്ഷ്മി. ശരി സൂര്യ, എന്താണെങ്കിലും അത്യന്തം ദാരുണമായ ഒരു സംഭവം തന്നെയാണ്. കോഴിക്കോട് കാണാതായ 9 വയസ്സുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. സൂര്യ സുജിയാണ് വിവരങ്ങൾ നൽകിയത്.